എൻ്റെ പഴയ ഫോട്ടോയിലെ സ്കിൻ ടോൺ എങ്ങനെ ചേഞ്ച് ആയതുകൊണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മേടിച്ച സാധനങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമോ ചേച്ചി എന്ന് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നത്. അന്ന് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, കൂടെ വേറെ 1-2 സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കൈ ഇരിക്കുന്നത് കോലരക്കാണ്. ഇത് കഴുകിയിട്ടൊന്നുമില്ല, മഴ ആയതുകൊണ്ട് കഴുകാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം പൊടിച്ചു വയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു 6-7 ടിന്നും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ എടുത്തത് കോലരക്കാണ്. ഇത് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് പൊടിയോ അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ കഴുകി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം മഴ ആയതുകൊണ്ട് കഴുകി ഉണക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ചുറ്റിലിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടാണ് മിക്സിയുടെ ജാറിൽ ഇട്ട് വെക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപയറാണ്. ഇത് കഴുകിയിട്ടൊന്നുമില്ല. പിന്നെ കടലമാവ് വേണം, ഓറഞ്ചിന്റെ തോട് ഉണക്കിയതോട് വേണം കേട്ടോ. ആദ്യം മിക്സിയുടെ ജാർ എടുത്ത് ആ പൊടിച്ചു വെച്ചേക്കുന്ന കോലരക്കും പയറും കൂടെ നല്ലപോലെ പൊടിച്ചെടുക്കണേ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് പിടിക്കാൻ ഭയങ്കര പാടാണ്. ഇത് മുന്നേ പൊടിച്ചു വെച്ച ഓറഞ്ചിന്റെ തോടാണ്. ഇത് നമ്മുടെ ബെഞ്ചാറാസിന്റെ മുൾട്ടാണി മിൾട്ടിയാണ്. ഇതെല്ലാം കൂടെ അരിച്ചെടുത്ത് നല്ലപോലെ ടിന്നിനകത്താക്കി വെക്കണം. അപ്പൊ നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കെ ഈ ഒരു പരുവത്തിന് കിട്ടും കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ രക്തചന്ദനത്തിന്റെ പൊടിയും പിന്നെ റോസ് പെറ്റൽ പൗഡറും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്ത് ടിന്നിനകത്താക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ സെപ്പറേറ്റും വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് വേറെ പാക്കിനോട് മിക്സ് ചെയ്യാനാണ്. ഇത് നമുക്ക് പാലിലോ തൈരിലോ യൂസ് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി റിസൾട്ടാണ്. പിന്നെ മോർണിംഗ് സ്കിൻ കെയറിൽ നമുക്ക് ഉലുവയും ഈ പയറും കോലരക്കും പൊടിച്ചതും പാലിന്റെ കൂടെ ഇട്ടാൽ നല്ല റിസൾട്ട് കിട്ടേ. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യണേ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടേക്കണേ.